ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. ജെപിസിക്ക് വിടാൻ തയ്യാറെന്ന് അർജുൻ റാം മേഘ്വാൾ. ഗൗതം ചേരുന്നു. ഗൗതം, ലോക്സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. രോഹിണി, ഇപ്പോൾ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഈ ബില്ലിന്റെ പ്രസക്തി എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. ജെപിസിക്ക് വിടാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ നിയമമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ഈ ബില്ലിനെ എതിർത്തു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ നീക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആരോപണം. കോൺഗ്രസും അതോടൊപ്പം സമാജ്വാദി പാർട്ടിയും ശിവസേന, ഉദ്ധവ് വിഭാഗം തുടങ്ങിയ കക്ഷികളാണ് പ്രധാനമായും ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത്. എന്നാൽ ബില്ല് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഒപ്പം രാജ്യത്ത് മുൻപ് നെഹ്റുവിന്റെ കാലത്തുൾപ്പെടെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് നടത്തിയിരുന്നത് എന്ന വിശദീകരണമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. 1951 മുതൽ, അതായത് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് 57-ലെ രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പും 62-ൽ നടന്ന മൂന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പും അതെല്ലാം നടക്കുമ്പോൾ ലോക്സഭയ്ക്കൊപ്പം തന്നെയാണ് രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത്. അതിനാൽ ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ല എന്നതാണ് ബിജെപിയുടെ പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഇന്നിപ്പോൾ രണ്ട് ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഒന്ന്, ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ബില്ല്. ഭരണഘടനയിലെ 82-ാം അനുച്ഛേദം, 83-ാം അനുച്ഛേദം തുടങ്ങിയവ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിപ്പിക്കുക, അതിന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊരു ബില്ല്. അതോടൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പുതുച്ചേരി, അതോടൊപ്പം ഡൽഹി, ജമ്മു കാശ്മീർ തുടങ്ങിയ നിയമസഭകളിലെ തെരഞ്ഞെടുപ്പും ലോക്സഭയ്ക്കൊപ്പം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ബില്ല്. ഈ രണ്ട് ബില്ലുകളാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ലോക്സഭയിൽ നടക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.